അതില് സെൻസർ ബോർഡ് എന്ന കുറച്ചു പേർ ആരാണ് ഈ കുറച്ചു പേർ? എനിക്ക് അതാണ് ചോദിക്കാനുള്ള സുഹൃത്തുക്കളെ. ഒഫീഷ്യലി ക്യാൻസൽ ആയി. യെസ്, നിങ്ങൾ ഹായ്, നമസ്തേ. കപ്പിൾസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. സിനിമ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, കണ്ടന്റ് വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണ്? അങ്ങനെ കാത്തിരിപ്പ്. ജനനായകൻ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു. വിഷമമുണ്ട്, പിന്നല്ലാതെ. ആക്ച്വലി ജനനായകൻ ലീവ് എല്ലാം പറഞ്ഞു വെച്ച് റെഡിയാൻ എന്നപ്പോഴത്തേക്ക് റിലീസ് ഡേറ്റ് ഇന്ന് ഉച്ചയ്ക്ക് പക്ഷേ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് വന്നായിരുന്നു. പക്ഷെ അവര് പറയണേ 2:30 കോർട്ട് വിധി വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ആക്ച്വലി എന്താണ് ഇനി സംഭവിച്ചത്? നമ്മൾ അതിലെ കാര്യത്തിലോട്ട് പോവാം. ഇപ്പൊ ന്യൂസിലൊക്കെ കേട്ട വിവരങ്ങൾ വെച്ചിട്ട് 18-ാം തീയതി ജനനായകന്റെ പ്രൊഡ്യൂസേഴ്സ് ഡിസംബർ 18-ാം തീയതി ഇതിന് വേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്തു. അപ്പോ ആദ്യം അവര് പറഞ്ഞ 10 കട്ട് ജനനായകനെ വരുത്തണമെന്ന് പറഞ്ഞു. ആ 10 കട്ട് വരുത്തി അവർ ഡിസംബർ 22-ാം തീയതിക്ക് കൊടുത്തു. പിന്നെ അപ്പൊ പറയണ 27 കട്ട് വീണ്ടും വരുത്തണമെന്ന്. അങ്ങനെ അത് 27 കട്ട് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് U/A സർട്ടിഫിക്കറ്റ് ജനനായകന് കൊടുക്കാം എന്ന കരാറ്, U/A സർട്ടിഫിക്കറ്റ് തരാമെന്ന് സെൻസർ ബോർഡ് ഉറപ്പ് നൽകുകയും ചെയ്തു. പക്ഷെ അതിനുശേഷമാണ് അതില് സെൻസർ ബോർഡ് എന്ന കുറച്ചു പേർ ആരാണ് ഈ കുറച്ചു പേർ? എനിക്ക് അതാണ് ചോദിക്കാനുള്ള സുഹൃത്തുക്കളെ. തമ്പി കീഴിലിറങ്ങ്. അപ്പൊ അവരുടെ നിർദ്ദേശപ്രകാരം ഇത് ക്യാഷിലേക്ക് പോയി. സംഭവം രാഷ്ട്രീയങ്ങൾ എന്നടാ, ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട്? നിങ്ങൾ പറയാൻ DMK പങ്കുണ്ട്. കീഴിലിറങ്ങി. അത് തീർച്ചയായിട്ടും ഉണ്ട്. അത് കാണുമല്ലോ. ഇപ്പം TVK വരെ ഉന്നയിക്കുന്ന കാര്യമാണ് DMK പങ്കുണ്ടെന്നുള്ള കാര്യം. ഒരു സെൻസർ ബോർഡ് ഇങ്ങനെ പറയണമെങ്കിൽ അത് സെൻസർ ബോർഡുകാരാണ് കൊണ്ട് കേസ് കൊടുത്തത്. അവർക്ക് അത് കേസ് കൊടുക്കാൻ റൈറ്റ്സേ ഇല്ല അവർക്ക്. അത് നമുക്കത് അവരെ പക്ഷം പറയുന്ന സെൻസർ ബോർഡ് പറഞ്ഞ് നമ്മൾ പ്രൊഡ്യൂസേഴ്സിനെ അറിയിച്ചു. 9-ാം തീയതി റിലീസ് ഡേറ്റ് പറഞ്ഞിരുന്ന കാര്യത്തിനെ അത് 10-ാം തീയതിയിലോട്ടൊക്കെ മാറ്റാൻ തന്നെ അവർ അവകാശപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ എന്തിനു പോസ്റ്റർ ഇറക്കിയത്, ട്രെയിലർ ഇറക്കിയത്? ട്രെയിലറിൽ റിലീസ് ഡേറ്റ് വരെ വെച്ചിട്ടാണ് ട്രെയിലർ ഇറക്കിയത്. അപ്പൊ എന്തുമാത്രം ജനനായകന് എത്ര കോടിയുടെ നഷ്ടം വരും റിലീസിനോടനുബന്ധിച്ച്? അപ്പൊ പറഞ്ഞ റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റില് ആദ്യത്തെ ഷോയിൽ ക്യാൻസൽ ആയിട്ട് രാത്രി വിട്ട് തുടങ്ങാണ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ രാവിലെ ബുക്ക് ചെയ്തിലെന്തിനും? അപ്പൊ രാവിലെ നമ്മൾ ബുക്ക് ചെയ്തൊക്കെ നിങ്ങൾ പറയും. അതാ 350 ടിക്കറ്റ് വാങ്ങിച്ചു വെച്ചേക്കണം. ആലോചിക്കണം, നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതൊക്കെ നമ്മളെ കഷ്ടപ്പെടുന്ന പൈസ. അതാണ് ഒരു നേരത്തെ ജോലിക്ക് പോയിട്ട് ഉണ്ടാക്കണ പൈസയാണ്. അതാണ് ടിക്കറ്റ് വാങ്ങിച്ചു വെച്ചേക്കണത്. അപ്പം ഈ സെൻസർ ബോർഡിന്റെ ഇഷ്യൂ ഇത് എന്താണെന്ന് അറിയാം. ഇതില് ഇപ്പം ന്യൂസിലൊക്കെ വരുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. അതിന് പറയുന്നത് സെൻസർ ബോർഡിലെ ഒരാളാണ് ഇതിനെതിരെ പ്രതിഷേധിച്ചത്. UK സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ ആളിട്ടേക്കാണ് റിലീസ് പോസ്റ്റ്പോൺ വന്നിട്ട്. അതിന്റെ പോർട്ടൽ കാണിച്ചു തരാം. പോസ്റ്റ് കേരള പോസ്റ്റ്പോണ്ട് കേരള റിലീസ് പോസ്റ്റ്പോണ്ട് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പൊ പലർക്കും നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചാൽ രാവിലത്തെ ഷോകളെല്ലാം അവർ ക്യാൻസൽ ചെയ്ത് റീഫണ്ട് കൊടുക്കുമെന്നാണ് പറയണത്. അപ്പൊ മെസ്സേജ് എല്ലാവർക്കും വന്നു തുടങ്ങി. 6-7 ഡേയ്സിൽ റീഫണ്ട് ആവും എന്ന് പറഞ്ഞ് വെച്ചേക്കുന്നു. ഒരു പട്ടിയെ കൊന്നാൻ ചോദിക്കാൻ വിലയുള്ള നാട്ടിൽ ഒരു മനുഷ്യരെ കൊന്ന. അപ്പൊ നമുക്ക് അത്രേ പറയാനുള്ളൂ. എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിലാണ് പ്രൊഡ്യൂസേഴ്സ് എല്ലാം. ഇങ്ങനെ ഒരു പെട്ടെന്നുള്ളൊരു കട്ട് അല്ലെങ്കിൽ വിധികള് ഇങ്ങനെ എന്താണ് ഒരു മുൻകൂർ ഇതില്ലാതെ പറയേണ്ട കാര്യമില്ല. അത് ഇറങ്ങിയതിനു ശേഷം പറയും ഇതൊരു എന്തുകൊണ്ട് വിജയപടത്തിന് സംഭവിക്കുന്നു. അതും മുമ്പ് മെർസൽ ഉണ്ടായിരുന്നു. മെർസലിന് തലേദിവസമാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. മുമ്പ് തുപ്പാക്കിക്ക് പേരിന്റെ പേരിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ തലയിലേക്ക് ഉണ്ടായിരുന്നു. പിന്നെ പലരും ഇപ്പം ഇതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കമന്റുകൾ ഇടുന്നുണ്ട്. ഇതെല്ലാം കിട്ടി, എല്ലാം ഒതുങ്ങി, പടത്തിന് സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടി വന്നിട്ട് തലൈവ പോലെയൊന്നും പടം ആ ഒരു പേടിയുണ്ട്. അത്രേ പറയാനുള്ളൂ. അതാ തമിഴ്നാട്ടിൽ കേരളത്തിൽ റിലീസാക്കിയ ശേഷം തമിഴ്നാട്ടിൽ തലൈവ റിലീസ് അവിടെ നിന്നുള്ളവർ ഇവിടെ വന്ന് കണ്ട പടം. അതാണ് അതിന്റെ വേറൊരു കാര്യം ഒന്ന് പറയാനുള്ളത്. ഇപ്പം മീഡിയാസിലെ റിപ്പോർട്ട് അനുസരിച്ച് പടത്തിന് A സർട്ടിഫിക്കറ്റ് വരും എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഞാൻ പറയുന്ന കാര്യം ഇത്രയും കട്ടുകളൊക്കെ അവര് പറഞ്ഞ നിർദ്ദേശപ്രകാരം സെൻസർ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ഇത്രയും കട്ടുകൾ വരുത്തിയിട്ട് എന്തുകൊണ്ട് A സർട്ടിഫിക്കറ്റ് കൊടുക്കും? A സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട പടം കൊടുക്കണം. ഇപ്പൊ മാർക്കോ A സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലേ? അതുപോലെ ഇപ്പൊ ഇതിന് കൊടുത്താൽ എന്താണ് പ്രശ്നം? വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനകൾ ഇതിന് പിന്നിലുണ്ടെന്നാണ് നമ്മൾ കഫ്ലിക്സിന്റെ ഡാർക്ക് വെബ് എന്ന് അറിയാൻ പറ്റിയത്.
ചുമ്മയാണ് കേട്ടോ മീഡിയയില് ഇതൊക്കെ തന്നെ പറയണത്. ഉച്ചവട്ടെ അത്രേ പറയാനുള്ളൂ. അപ്പൊ നമ്മൾ വളരെ വിഷമത്തിലാണ്. കാര്യം ഇപ്പൊ പടത്തില് ബുക്ക് മൈ ഷോയിലൊക്കെ റീഫണ്ട് എത്ര തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇത്രയും രൂപ പോയുള്ളൂ. അപ്പൊ ഇത് പ്രതിഷേധിക്കണം. പിന്നെ ഇതിങ്ങനെ പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. സത്യം പറഞ്ഞാൽ വൈകിട്ടാണ് ഷോ തുടങ്ങണമെങ്കിൽ വലിയ നഷ്ടമാണ്. അന്ന് നമ്മൾ അത്രയും കാത്തിരുന്നിട്ട് രാവിലത്തെ ഷോ കാണണമെന്ന് ആഗ്രഹിച്ചു. അത് ലാസ്റ്റ് പടം ലാസ്റ്റ് ഡാൻസ് അത് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നിട്ട് വൈകുന്നേരം ഉള്ളവർക്ക് അങ്ങനെ കൊടുത്താൽ അത് ശരിയൊന്നും ആവില്ല. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് 9-ാം തീയതി ഫുൾ ഷോ കട്ട് ചെയ്യണം, എന്നിട്ട് 10-ാം തീയതിയിലേക്ക് റിലീസ് ഡേറ്റ് മാറ്റും എന്നുള്ള കാര്യമാണ് അറിഞ്ഞത്. വൈകുന്നേരത്തേക്ക് ഓപ്പൺ ആവുകയാണെങ്കിൽ അത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. പ്രൊഡ്യൂസറിന് നല്ല അടിയായിരിക്കും, തിരിച്ചടിയായിരിക്കും തീർച്ചയായിട്ടും. ഇത്രയും ഫ്ലക്സും ബാനറും എല്ലാം ഇറക്കിയിട്ട് 5000 ഏതാണ്ട് എത്ര 500 കോടിയാ 500 കോടിയിലെ ബഡ്ജറ്റിൽ അടങ്ങുന്ന പടം 5000 സ്ക്രീനുകളിലാണ് പ്രദർശനം നടത്തുന്നത്. അപ്പൊ അവര് ഒരു പ്രൊഡ്യൂസറിന് ഒരു ദിവസം ഇത് മാറുമ്പോൾ നഷ്ടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഇതൊക്കെ സെൻസർ ബോർഡ് സെൻസർ ബോർഡിന് ഒരു മാനസിക പരിഗണന ചെയ്തുകൂടെ? പരാശക്തിയില് ശിവാർത്തി അണ്ണൻ തമ്പി പൊങ്കൽ മാത്രമല്ല അണ്ണ ഇല്ല. പിന്നെ മറ്റേ നമ്മുടെ ആര് മറ്റേ പാട്ട് പാടിയത് മമിത ബൈജു പാട്ട് പാടിയോടുകൂടി ഇപ്പൊ എയറിലാണ്. നാളെ 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 என்று இன்றே இழகாதே നീ ഇன்றേ ഇഴകാതെ ക്യാൻസൽ ചെയ്തു. നമ്മള് ബുക്ക് ചെയ്ത തിയേറ്റർ ക്യാൻസൽ ചെയ്തു. ഒഫീഷ്യലി ക്യാൻസൽ ആയി. യെസ് സുഹൃത്തുക്കളെ, അങ്ങനെ കഫ്ലിക്സിന് അത് ഒഫീഷ്യലി അവര് പറഞ്ഞേക്കുന്നത് നമ്മൾ ഡാർക്ക് വെബിൽ നേരത്തെ പറഞ്ഞ കാര്യം ഒഫീഷ്യലി ക്യാൻസൽ ആയിരിക്കുകയാണ്. ഇവിടെ പൈസ തിരിച്ചു കിട്ടുമല്ലേ? 7-8 ദിവസത്തിനുള്ളിൽ റീഫണ്ട് പറഞ്ഞത്. പക്ഷെ അവര് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് റീഫണ്ട് അല്ല പോസ്റ്റ്പോൺ കൃത്യമായിട്ടുള്ള ഡേറ്റ് പറയണില്ല കേട്ടോ, എന്നാണ് പറഞ്ഞെന്നുള്ളത്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പൊ നിങ്ങളെ കമന്റുകൾ രേഖപ്പെടുത്തണം, നിങ്ങളുടെ പ്രതിഷേധങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം. അപ്പൊ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കണ്ടന്റ് വരുന്നുണ്ട്. അപ്പൊ പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടനെ വരാൻ. ലൈൻ കട്ട്.